വിനീഷ്യസും എംബാപ്പയും ഒറ്റ ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും എടുക്കാനില്ല. നമ്മൾ എടുത്തു പറയുന്നത്, അതായത് ലിവർപൂൾ കുറേ നാളായിട്ട് മിസ് ചെയ്യുന്നൊരു റൈറ്റ് വിങ് ബാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അലക്സാണ്ടർ ആർണോൾഡിന്റെ പകരം ആര് എന്നുള്ളത്, അലക്സാണ്ടർ ഒഴിച്ചിട്ടൊരു സ്പേസിലേക്ക് ആരും ഇല്ലാത്തൊരു പ്രശ്നം അത് ഇപ്പോൾ സീസണിലെ എല്ലാ മത്സരവും ലിവർപൂൾ അനുഭവിച്ചതാണ്. അവിടേക്ക് കൃത്യമായിട്ട് ബ്രാഡ്ലി വരുന്ന 22-കാരൻ അയർലൻഡിൽ നിന്നുള്ളൊരു പയ്യൻ വരുന്നു, അതങ്ങ് റീപ്ലേസ് ചെയ്യുന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞ മാച്ചിൽ എംബാപ്പയെ എങ്ങനെ പൊട്ടിയോ അതുപോലെ തന്നെ ഒരു പരിധിവരെ അതിനേക്കാൾ ഗംഭീരമായിട്ടാണ് വിനീഷ്യസിനെ ഇത്തവണ പൂട്ടിയത്. അപ്പോൾ തൊട്ട് മുമ്പിലുള്ള സോബോയുടെ ഒരു വലിയ പങ്ക് ഇതിനകത്തുണ്ട്. കാരണം സോബോ കൂടി സഹായിച്ചുകൊണ്ട് ബാഡ്ലിക്ക് കുറച്ച് പണി കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും മനോഹരമായിട്ടാണ് വിനീഷ്യസിനെ പൂട്ടിയത്. നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഒരു ഫേസ്ബുക്കിലൊരു കമൻറ്റ് കൂടി ഞാൻ പറഞ്ഞു പോകാം. ബ്രാഡ്ലി ഷോട്ട്സ് അലക്കാൻ നേരത്തെങ്കിലും പോക്കറ്റിൽ നിന്ന് എൽ ക്ലാസിക്കോയില് കരാരാസ് ഈ അടുത്ത് യമാലിനെ പൂട്ടിയ പോലെ, അല്ലെങ്കിൽ അതിന്റെ മുമ്പ് ന്യൂനോ മെൻഡസ് യമാലിനെ പോക്കറ്റിലാക്കി എന്നൊക്കെ പറയുന്ന പോലെ ശരിക്കും പറഞ്ഞ വിനീഷ്യസിനെ ഇല്ലാത്ത രീതിയിൽ പൂട്ടിക്കളഞ്ഞു. അത്രമാത്രം ഗംഭീരമായിട്ടായത് ബ്രാഡ്ലിയായിരുന്നു ലിവർപൂൾ നിലയിൽ ഏറ്റവും ടോപ്പ്. പിന്നെ ലിവർപൂൾ താളം വീണ്ടെടുക്കുമ്പോൾ ഒരു സമാധാനം, ആ ഒരു പേസ്, ആ ഒരു ഒഴുക്ക് ശരിക്കും നമ്മൾ ഈ കുത്തി ഒഴുകുന്ന ഒരു നദി പോലെ കണക്കാണ് ലിവർപൂൾ എല്ലാവരും ഫോമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കളിക്കുക. ശരിക്കും മാക്കാലിസ്റ്റർ ഫോമായ തന്നെ ലിവർപൂൾ മക്ക് ചിരിച്ചാൽ ലിവറും ചിരിച്ചു എന്നുള്ളൊരു ചൊല്ല് തന്നെയുണ്ട്. അപ്പോൾ മാക്കാലിസ്റ്റർ ഫോമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, അത്രമാത്രം ഉറപ്പായിട്ടോ. പിന്നെ അതുപോലെ സോബോയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. സോബോ അതിഗംഭീരമായിട്ടുള്ള വർക്ക് റേറ്റ് കളിക്കുന്ന താരമാണ്. ഇപ്പം ഇന്നലെ തന്നെ 4 കിട്ടില്ല ഷോട്ടുകൾ, അന്ന് ബോക്സിന് ഔട്ട്സൈഡ് ബോക്സിൽ നിന്ന് ചെയ്തൊരു ഷോട്ട് കുർട്ടോ എങ്ങനെയൊക്കെ സേവ് ചെയ്തിരുന്നു, ഒറ്റ കയ്യിലാണ് സേവ് ചെയ്തിരുന്നത്. അതുപോലെ ഫസ്റ്റ് വന്നൊരു ചാൻസ് സെക്യൂരിറ്റിക്ക് കൊടുത്തൊരു പാസ് കാല് തട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ സോബ ഗംഭീരമായിട്ട് മിന്നിച്ച് കളിക്കുന്നുണ്ട്. മെക്ക് മിന്നിക്കുന്നു. വിങ് ബാക്കുകൾ അതുപോലെ നമ്മുടെ വിങ് ബാക്കിനെ പറഞ്ഞപ്പോൾ നമ്മുടെ മെയിൻ ഡിഫൻഡേഴ്സിനെ പറഞ്ഞില്ല, വാൻഡേക്കും കോണാട്ടയും കൂടി എംബാപ്പയെ ഒരു തരത്തിൽ പോലും അനങ്ങാൻ വിടാതെ കളിപ്പിച്ചിട്ടുണ്ട് അല്ലേ.